എല്ലാവർക്കും ലിനക്സ് കേർണലിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഇവിടെ ഒരേ സമയം ആയിരക്കണക്കിന് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയിലൊന്നും അങ്ങോട്ടിങ്ങോട്ടും കുഴപ്പത്തിലാവാതെ കേർണൽ ഇതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ആ ഒരു മാജിക്കിന്റെ പേരാണ് സിൻക്രണൈസേഷൻ. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ ഒരേ സമയം പാട്ട് കേൾക്കുന്നു, വെബ് ബ്രൗസ് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു ഫയൽ ഡൗൺലോഡും ചെയ്യുന്നുണ്ടാവാം. ഇതൊന്നും തമ്മിൽ തല്ലിയ ഒരു പ്രശ്നവും ഉണ്ടാവാത്തതെങ്ങനെയാ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സിൻക്രണൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് കാണാം. പിന്നെ സ്പിൻ ലോക്കുകൾ, മ്യൂടെക്സുകൾ, സെമാഫോറുകൾ ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അവസാനം ഏത് സാഹചര്യത്തിൽ ഏത് ടൂളാണ് ഏറ്റവും നല്ലതെന്ന് തിരഞ്ഞെടുക്കാനും പഠിക്കും. നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളി? സൊല്യൂഷൻസിലേക്ക് പോകുന്നതിന് മുൻപ് പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമല്ലോ അല്ലേ? ഇതിനെയാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം രണ്ട് കാറുകൾ ഒരു ഇടുങ്ങിയ പാലം കടക്കാൻ നോക്കുന്ന പോലെയാണ്. ആരാദ്യം കടക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലം. കമ്പ്യൂട്ടറിലും ഇതുതന്നെയാണ് അവസ്ഥ. കൗണ്ടർ ++ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ ഒറ്റ ഓപ്പറേഷനാണെന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. അത് 3 സ്റ്റെപ്പുകളാണ്. ആദ്യം വാല്യൂ വായിക്കുന്നു, പിന്നെ അതിലൊന്ന് കൂട്ടുന്നു, എന്നിട്ട് ആ പുതിയ വാല്യൂ സേവ് ചെയ്യുന്നു. ശരി, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ. ത്രെഡ് എ കൗണ്ടറിന്റെ വാല്യൂ വായിക്കുന്നു, അത് 7 ആണ്. അതേസമയം തന്നെ ത്രെഡ് ബിയും അതേ വാല്യൂ വായിക്കുന്നു, അതും 7 തന്നെ. ഇനി ത്രെഡ് എ 7 കൂട്ടി 8 ആക്കി സേവ് ചെയ്യുന്നു. പിന്നാലെ ത്രെഡ് ബിയും 7 കൂട്ടി 8 ആക്കി സേവ് ചെയ്യുന്നു. എന്തായി ഫലം? കൗണ്ടർ ശരിക്കും 9 ആകേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 8 ആണ്. കണ്ടോ, ഒരെണ്ണം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതാണ് ഡേറ്റ കറപ്ഷൻ. ഇത് ശരിക്കും വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കേർണലിനുള്ളിൽ ഈ പ്രശ്നം ഇത്രയധികം വരുന്നത്? പ്രധാനമായി 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് സിമെട്രിക്കൽ മൾട്ടി പ്രോസസ്സിംഗ് അല്ലെങ്കിൽ SMP. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് പല കോറുകളുണ്ടല്ലോ, അപ്പോൾ ഒരേ കോഡ് ഒരേ സമയം പലയിടത്തും പ്രവർത്തിക്കാം. രണ്ടാമത്തത് ഇൻട്രപ്റ്റുകൾ. നമ്മൾ കീബോർഡിൽ അമർത്തുന്നതോ മൗസ് ക്ലിക്ക് ചെയ്യുന്നതോ ഒക്കെ ഒരു ഇൻട്രപ്റ്റാണ്. അത് എപ്പോൾ വേണമെങ്കിലും വരാം. നിലവിലെ പണി നിർത്തിവെപ്പിച്ച് വേറൊന്ന് ചെയ്യിക്കാം. മൂന്നാമതായി കേർണൽ പ്രിയംഷൻ. അതായത് കൂടുതൽ പ്രാധാന്യമുള്ളൊരു ടാസ്ക് വന്നാൽ കേർണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പാതിക്ക് നിർത്തി അതിലേക്ക് മാറും. അപ്പോൾ ഡേറ്റ കൺസിസ്റ്റൻസി പോകും. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അതിനാണ് നമ്മൾ ലോക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ ഉദ്ധരണി നോക്കൂ, ഇത് സംഭവം സിമ്പിളായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഡേറ്റ ഇരിക്കുന്ന സ്ഥലമില്ലേ, അതിനെ ഒരു മുറിയായി സങ്കല്പിക്കുക. ആരെങ്കിലും ആ മുറിക്കകത്ത് കയറുമ്പോൾ, അതായത് ഡേറ്റ ഉപയോഗിക്കുമ്പോൾ, അവർ വാതിൽ അകത്തുനിന്നും കൂട്ടുന്നു. ഇനി മറ്റാരെങ്കിലും വന്നാൽ വാതിൽ തുറക്കുന്നതുവരെ പുറത്ത് കാത്തു നിൽക്കണം. സിമ്പിളല്ലേ? ശരി, അപ്പോൾ നമ്മുടെ ആയുധപ്പുരയിലെ ആദ്യത്തെ ടൂളിലേക്ക് കടക്കാം. സ്പിൻ ലോക്കുകൾ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? വേഗതയാണ്. എന്താണ് ഒരു സ്പിൻ ലോക്ക്? ഇതൊരു ക്ഷമയില്ലാത്ത ഒരു കാവൽക്കാരനെ പോലെയാണ്. ലോക്ക് കിട്ടിയില്ലെങ്കിൽ അത് പോയി റെസ്റ്റ് എടുക്കുകയൊന്നുമില്ല. പകരം തുറന്നോ എന്ന് ചോദിച്ച് ആ വാതിലിന്റെ മുന്നിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് സ്പിൻ ചെയ്യും. ഇത് CPU-വിനെ വെറുതെ ബിസിയാക്കുമെങ്കിലും ലോക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ഉറപ്പുള്ള സന്ദർഭങ്ങളിൽ ഇത് ഭയങ്കര വേഗതയാണ്. നമ്മൾ സാധാരണ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്ന ലോക്കുകളിൽ നിന്ന് ഇത് ശരിക്കും വ്യത്യസ്തമാണ്. ഒരു സാധാരണ ലോക്കാണെങ്കിൽ ലോക്ക് കിട്ടിയില്ലെങ്കിൽ ആ ത്രെഡിനെ ഉറങ്ങാൻ വിടും. പക്ഷേ ഇതിന് കോൺടാക്ട് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഓവർഹെഡുണ്ട്. എന്നാൽ സ്പിൻ ലോക്ക് ഉറങ്ങാത്തതുകൊണ്ട് ആ ഒരു ഓവർഹെഡില്ല. പക്ഷേ CPU വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു സ്പിൻ ലോക്ക് ഉപയോഗിക്കേണ്ടത്? ഒന്നാമതായി, ലോക്ക് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം മതിയെങ്കിൽ. രണ്ടാമതായി, ഇന്ററപ്റ്റ് ഹാൻഡ്ലറുകൾ പോലെ ഉറങ്ങാൻ പാടില്ലാത്ത കോഡിന്റെ ഭാഗത്താണെങ്കിൽ. പിന്നെ കോൺടെക്സ്റ്റ് സ്വിച്ചിന്റെ ആ ഒരു ഓവർഹെഡ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ. ഈ സാഹചര്യങ്ങളിലൊക്കെ സ്പിൻ ലോക്കാണ് ബെസ്റ്റ്. സ്പിൻ ലോക്കിന്റെ ഈ ക്ഷമയില്ലാത്ത സ്വഭാവം എല്ലാ സാഹചര്യങ്ങളിലും ശരിയാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. ഇത് സ്പിൻ ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളാണ് മ്യൂടെക്സ്. മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇതൊരു സ്ലീപ്പിംഗ് ലോക്കാണ്. അതായത് ഇതൊരു നല്ല മര്യാദക്കാരനാണ്. ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് സ്പിൻ ലോക്ക് പോലെ ബഹളം വെച്ച് നിൽക്കില്ല. പകരം ഒരു ക്യൂവിൽ പോയി നിന്ന് സമാധാനമായി ഉറങ്ങും. ആ സമയം CPU-ന് വേറെ പണിയെടുക്കാൻ പോവാമല്ലോ. ലോക്ക് ഫ്രീ ആവുമ്പോൾ കേർണൽ വന്ന് ഇതിനെ വിളിച്ചുണർത്തും. കണ്ടില്ലേ വ്യത്യാസം? അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ നോക്കാം. സ്പിൻ ലോക്ക് CPU സൈക്കിളുകൾ വെറുതെ കളയും, പക്ഷേ ഓവർഹെഡ് കുറവാണ്. മ്യൂടെക്സ് ആകട്ടെ CPU-വിനെ ഫ്രീ ആക്കും, പക്ഷേ കോൺടെക്സ്റ്റ് സ്വിച്ച് കാരണം കുറച്ച് ഓവർഹെഡ് കൂടുതലാണ്. പിന്നെ സ്പിൻ ലോക്കിന് ഉറങ്ങാൻ പറ്റില്ല, പക്ഷെ മ്യൂടെക്സിന് ഉറങ്ങാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി കഴിവുകളുള്ള ഒരു ടൂളിനെ പരിചയപ്പെടാം. സെമാഫോറുകൾ. ഇതൊരു സാധാരണ ഓൺ ഓഫ് സ്വിച്ച് പോലെയല്ല. സെമാഫോർ ഒരു മ്യൂടെക്സിനെ പോലെ ഒരു സ്ലീപ്പിംഗ് ലോക്ക് തന്നെയാണ്. പക്ഷേ ഇതിനൊരു സൂപ്പർ പവറുണ്ട്. ഇതിനെ എണ്ണാൻ പറ്റും.
ഒരു മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മുറിയും ഒരു താക്കോലും പോലെയാണ്, ഒരാൾക്ക് മാത്രം കയറാം. എന്നാൽ സെമാഫോർ അങ്ങനെയല്ല. ഒരേപോലെയുള്ള 5 മുറികളുണ്ടെങ്കിൽ 5 താക്കോലുകൾ കൊടുക്കുന്നത് പോലെയാണ്. അതായത് സെമാഫോറിന്റെ കൗണ്ട് നമുക്ക് 5 സെറ്റ് ചെയ്യാം. അപ്പോൾ 5 പേർക്ക് ഒരേ സമയം കയറാം. ഒരാൾ ഇറങ്ങുമ്പോൾ, അതായത് അപ്പ് ചെയ്യുമ്പോൾ, ഒരു താക്കോല് തിരികെ വരുന്നു, ക്യൂവിലുള്ള അടുത്തയാൾക്ക് കയറാം. അപ്പോൾ അതാണ് പ്രധാന വ്യത്യാസം. മ്യൂടെക്സ് എപ്പോഴും ബൈനറിയാണ്, അതായത് അതിന്റെ കൗണ്ട് 1 ഒന്നുകിൽ ലോക്ക്ഡ് അല്ലെങ്കിൽ അൺലോക്ക്ഡ്, ഒരാൾക്ക് മാത്രം ആക്സസ്. പക്ഷേ സെമാഫോറിന്റെ കൗണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര സെറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരേപോലെയുള്ള ഒരു കൂട്ടം റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ സെമാഫോറുകളാണ് ഏറ്റവും നല്ലത്. ശരി, ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? പേടിക്കേണ്ട, നമുക്കത് വളരെ സിമ്പിളായിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ശരിക്കുള്ള ഒരു ചീറ്റ് ഷീറ്റ്. നോക്കൂ, നിങ്ങൾക്ക് ഓവർഹെഡ് കുറയ്ക്കണോ? ലോക്ക് വളരെ കുറച്ചു സമയത്തേക്ക് മതിയോ? അല്ലെങ്കിൽ ഇന്ററപ്റ്റ് കോണ്ടെക്സ്റ്റിൽ നിന്നാണോ ലോക്ക് ചെയ്യേണ്ടത്? എങ്കിൽ കണ്ണുമടച്ച് സ്പിൻ ലോക്ക് എടുത്തോളൂ. നേരെ മറിച്ച് ലോക്ക് കൂടുതൽ നേരത്തേക്ക് വേണോ? ലോക്ക് പിടിച്ചിരിക്കുമ്പോൾ ഉറങ്ങേണ്ട ആവശ്യം വരുമോ? എങ്കിൽ നിങ്ങളുടെ ഉത്തരം മ്യൂടെക്സ് ആണ്. സിമ്പിൾ. അപ്പോൾ അവസാനം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേർണലിനുള്ളിൽ ശരിയായ ലോക്ക് തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു ടെക്നിക്കൽ ഡിസിഷൻ അല്ല. അത് പെർഫോമൻസും, അതായത് വേഗതയും, സേഫ്റ്റിയും, അതായത് നമ്മുടെ ഡേറ്റയുടെ സുരക്ഷയും തമ്മിലുള്ളൊരു ക്രിട്ടിക്കൽ ബാലൻസിംഗ് ആണ്. ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ സിസ്റ്റം ഒന്നുകിൽ പതുക്കെ ആകും, അല്ലെങ്കിൽ ഡേറ്റ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഈയൊരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. ഭാവിയിൽ കമ്പ്യൂട്ടറുകൾക്ക് ഒരുപക്ഷേ 100 കണക്കിന് കോറുകൾ വന്നേക്കാം. അപ്പോൾ കാര്യങ്ങൾ ഇതിലും സങ്കീർണമാകും. അന്ന് നമ്മൾ ഇന്ന് പഠിച്ച ഈ ലോക്കുകളൊക്കെ മതിയാകുമോ? അതോ ഈ പുതിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത പുതിയ തരം സിങ്ക്രണൈസേഷൻ ടെക്നിക്കുകൾ ആവശ്യമായി വരുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.